ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഗുണന രീതികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 3ാമത്തെ പാഠമാണ് കേട്ടോ. അപ്പം നമ്മളിത് കേൾക്കുമ്പോഴേ അറിയാം എന്താ ടേബിൾ പഠിച്ചിരിക്കണം കേട്ടോ. എന്താണ് ടേബിൾ പഠിച്ചിരിക്കണം? അത് അറിയാൻ വയ്യാത്ത കുട്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. അറിയാവുന്നവർ വിട്ടേരെ, അറിയാൻ വയ്യാത്തത് ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഇപ്പോഴും 5ാം ക്ലാസ്സിൽ നിങ്ങൾ കയറി 4ാം ക്ലാസ്സിലൊക്കെ ടേബിൾ പഠിക്കുന്നതാണ്. പക്ഷേ 2ൻ്റെ പോലും ടേബിൾ നല്ലതുപോലെ അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ അതാണ്ട ഞാൻ ടേബിൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ജോലി കേട്ടോ. ഇത് രക്ഷകർത്താക്കൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇത് അവരെ കൊണ്ട് എഴുതിയെടുപ്പിക്കണം. കാരണം ഈ ചാപ്റ്ററിൽ ഇത് അറിയാൻ വയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുട്ടികളെ ആദ്യമേ അതാണ് പഠിപ്പിക്കേണ്ടത്. രക്ഷകർത്താക്കളുടെ ജോലി കേട്ടോ. കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ ടേബിൾ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങളെ. കാരണം ഇൻറ്റു ചെയ്യാനുള്ള ഗുണിക്കാനുള്ള അല്ല ഇൻറ്റു ചെയ്യാനുള്ളതാണ് നമ്മുടെ കണക്ക് കേട്ടോ. അപ്പം ടേബിൾ താണ്ട് ഇവിടെ ഞാൻ വൃത്തിയായിട്ട് 10 വരെയുള്ള, അതായത് കാണുന്നുണ്ടോ? പിന്നെ കുഞ്ഞുങ്ങൾ എടുത്തു വയ്ക്കണം, അവർ തന്നെ കേൾക്കാനാണ്. 1 × 0 0 ആണ്, 2 × 0 0 ആണ്. അതായത് ഏതൊരു സംഖ്യയെ 0 കൊണ്ട് അല്ലെങ്കിൽ 0 കൊണ്ട് ഗുണിക്കുമ്പോഴും ഇൻറ്റു ചെയ്യുമ്പോഴും 0 തന്നെയാണ് കിട്ടുന്നതെന്ന് അവരോട് പ്രത്യേകം പറയണം. എന്താ നിങ്ങളെ? അതായത് ഏതൊരു സംഖ്യയെ നമ്മൾ 0 കൊണ്ട് ഗുണിക്കുമ്പോഴും ആൻസർ 0 ആയിരിക്കും. അത് മിക്കവാറും അത് തെറ്റിക്കുന്നതാണ്. ഞാൻ ഈ തെറ്റുന്നിടം ആണ് എടുത്തെടുത്ത് പറയുന്നത്. ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് ഗുണിക്കുമ്പോൾ കേട്ടോ, ഏതൊരു സംഖ്യയും 0 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ 0 ആയിരിക്കും. അത് ഇപ്പോൾ ഏത് സംഖ്യയല്ലേ, അതിന് എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് സംഖ്യ ആയിക്കോട്ടെ അതിനെ 0 കൊണ്ട് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. അതുപോലെ തന്നെയാണ് 1 വെച്ച് ചെയ്യുമ്പോഴും ഏതൊരു സംഖ്യയെ 1 വെച്ച് ചെയ്യുമ്പോഴും ആ സംഖ്യ തന്നെ ആയിരിക്കും. ആണല്ലോ നിങ്ങൾ നോക്കിക്കേ. 7 × 1 7, 100 × 1 100 ആണ്. അപ്പോൾ 1000 × 1 1000 ആണ്. 1000 × 1 1000 ഗുണം 1 എന്ന് വെച്ചാൽ 1000 ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരേപോലെ മനസ്സിലാകത്തക്ക രീതി തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഗുണിച്ചാൽ, ഉദാഹരണത്തിന് 4 ഗുണം 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് 9 × 1 9 ആണ്. മനസ്സിലായോ? ഏതൊരു സംഖ്യയെ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഗുണന രീതിയിൽ ഇതാണ്. ഏതൊരു സംഖ്യയെ 0 വെച്ച് ഗുണിക്കുമ്പോഴും 0 ആണ്. ഏതൊരു സംഖ്യയെ 1 വെച്ച് ഗുണിക്കുമ്പോഴും ഏത് സംഖ്യയാണോ നമ്മൾ ചെയ്യുന്നത് ആ സംഖ്യ ആയിരിക്കും. അത് നിങ്ങൾക്ക് തെറ്റല്ലേ കുഞ്ഞുങ്ങളെ? അത് രണ്ടും ഒരു 100-ൽ ഒരു 75% കുട്ടികളിലും അത് തെറ്റുന്നത് കൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ ടേബിൾ നല്ല ഉറപ്പായിട്ടും ടേബിൾ പഠിച്ചിരിക്കണം. ടേബിൾ നിങ്ങളൊരു 2-3 ദിവസം രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് മെനക്കെടണം. ആ ടേബിൾ പഠിക്കാതെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു 10ൻ്റെ ടേബിൾ ഒരുവിധം കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാം. കാരണം ഇപ്പം 1 × 10 10, 2 × 10 20. അവർക്ക് ഈ 10 20 30 40 അറിയാവുന്നത് കൊണ്ട് അത് മിക്ക കുട്ടികൾക്കും ചിലപ്പം 1-2 മിനിറ്റ് ഒന്ന് നോക്കാമെങ്കിൽ അവർക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ടേബിളാണ് നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇനി നോക്കൂ നിങ്ങളെ, ടെസ്റ്റിലോട്ട് കയറാം. ടെസ്റ്റിൻ്റെ പേരെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഗുണന രീതികൾ എന്നാണ്. അപ്പം നോക്കിക്കേ, ഇപ്പം ക്വസ്റ്റ്യനിൽ 12 + 3 12 + 3 = 15 തന്നിട്ടുണ്ട്. 12 + 3 15 ആണ്. അതിന് സംശയമൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് കൂട്ടാനറിയാം, ഇല്ലയോ? കൂട്ടാനറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കി കുഞ്ഞുങ്ങളെ, ഇപ്പം 12 + 3 എന്ന് നിങ്ങൾ ഇനി ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നറിയാം. ഇപ്പം 12 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ 10 + 2 ആണ് 12. ഈ ക്ലൂ ഓർത്ത് വെച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ 18 എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 10 + 8 ആണ്. ആണല്ലോ. ഈ പിന്നെ ഇപ്പം 25 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിലുള്ള വഴിയാണ് 20 + 5 ആണ് കേട്ടോ. ഇപ്പം 16 എന്ന് തരുവാണെങ്കിൽ 10 + 6 ആണ്. ഇപ്പം പിടികിട്ടിയോ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ നിങ്ങൾ ആദ്യമേ പഠിക്കണം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 + 2 ആണ്. 18 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 + 8 ആണ്. ഇത് ആദ്യമേ നിങ്ങൾ ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് ഓക്കെ ആണോ? 18 എന്ന് വെച്ചാൽ 10 + 8 ആണ്. 16 എന്ന് വെച്ചാൽ 10 + 6 ആണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 25 എന്ന് വെച്ചാൽ 20 + 5 ആണ്. ഈ ക്ലൂ ആദ്യമേ ഓർത്ത് വെക്കുക. ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 12 + 3 12 + 3 എത്ര കുഞ്ഞുങ്ങളെ? 15 പറയുന്നു. ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത് എന്താ? 12 + 3 15 ആണെങ്കിൽ നമ്മൾ 10 + 2 ആണ് 12 എന്ന് പറഞ്ഞല്ലോ.
അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ 12 3 15 ഈ 10 അധികം 2 എന്നുള്ളതിനെ നമ്മൾ എന്താ 10 അധികം 3 മനസ്സിലായോ 10 അധികം 3 പ്ലസ് 2 എന്നിടാം അല്ലോ മനസ്സിലാവുന്നുണ്ടോ നോക്കിയോ നിങ്ങളെ 12 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം 10 അധികം 2 അധികം 3 എന്ന് നമുക്ക് എഴുതാവുന്ന അല്ലേ 12 എന്ന് പറയുന്നത് എങ്ങനെയാവും നിങ്ങളെ നോക്കിക്കേ 12 എന്ന് പറഞ്ഞത് അതായത് 12 എന്ന് പറഞ്ഞാൽ 10 + 2 പിന്നെ ഇവിടെ ഒരു 3 ഉണ്ട് ആ 3 ആണ് ഇത് ഇതിനെ നമുക്ക് അല്ലാതെ എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത് 10 പ്ലസ് ഈ 3യെ ഇപ്പുറത്ത് കൊണ്ടുവരാം 3 ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുവരാം ഇപ്പോൾ പിടികിട്ടിയോ അതായത് ലാസ്റ്റിൽ വരുന്ന ഈ 2 എണ്ണത്തിനെ തിരിച്ച് എഴുതിയെന്നേ ഉള്ളൂ ഇപ്പം പിടികിട്ടിയോ മനസ്സിലായോ ഇങ്ങനെ എഴുതിയാലും നമുക്ക് ഒരേ ആൻസർ കിട്ടുന്നതെന്നേ ഉള്ളൂ എന്തുവാ ഇത് അഡീഷനാണ് കൂട്ടുന്ന കാര്യമാണ് എന്നാൽ ചോദിക്കും ഗുണനമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ഇതിങ്ങനെ കിട്ടുമല്ലോ അതിന് സംശയമില്ലല്ലോ 10 അധികം 2 12 12 അധികം 3 15 ഇനി അതിനെ തിരിച്ച് നമുക്ക് എഴുതാമെന്നാണ് പറയുന്നത് ഒരെണ്ണം കൂടെ പറയാം 13 അധികം 2 നമുക്ക് 15 ആണ് കിട്ടുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 10 അധികം 3 അധികം 2 എന്നാണ് പറയുന്നത് ഓക്കെ ആണോ നിങ്ങളെ ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം 10 അധികം ഇതിനെ തിരിച്ചെഴുതാവുന്നല്ലേ അപ്പോൾ എങ്ങനെ 2 + 3 ഇപ്പം പിടികിട്ടിയോ മനസ്സിലായോ നിങ്ങളെ ഇങ്ങനെയും എഴുതാവുന്നത് അതായത് നോക്കിക്കേ 15 അധികം 8 രണ്ടാമത്തെയാണിത് കേട്ടോ 15 അധികം 8 15 + 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 എന്ന് പറയുന്നതിനെ 10 അധികം 5 ആണ് അല്ലേ 10 + 5 ആണ് 15 + 8 ആണോ നിങ്ങളെ ആണല്ലോ സംശയമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ എഴുതാവുന്ന ഈ 10 അധികം 5 എന്നുള്ളതിനെ നമുക്ക് എന്താ 10 അധികം 8 എന്ന് എഴുതിയാലും എന്താ 10 അല്ലേ ആദ്യത്തെ 10നെ അതുപോലെ എഴുതുക ഇതിനെ 2നെ തിരിച്ചിട്ടാൽ മതി ഇപ്പോൾ പിടികിട്ടിയോ പിന്നെ തരുന്ന ഈ 2 എണ്ണത്തിനെ തിരിച്ചെഴുതിയാലും കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും എന്നാ മനസ്സിലായോ 5നോട് 8 കൂട്ടിയാലും 8നോട് 5 കൂട്ടിയാലും നമുക്ക് എത്ര 13 ആണ് കിട്ടുന്നത് ആണല്ലോ അപ്പോൾ ആ 13 10 20 അതായത് നമുക്ക് കൂട്ടുമ്പോൾ എപ്പോഴും ഒരേ ആൻസർ ആണ് കിട്ടുന്നത് ഇതിനെ തിരിച്ചിട്ടാലും എങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് എന്താ കൂട്ടുമ്പോൾ ഒരേ ആൻസർ കിട്ടുന്നു മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ ഇത്രയും ഓക്കെ ആണോ കൂട്ടുന്ന കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എണ്ണം കൂടെ ഞാൻ പറയാം ഇപ്പോൾ 15 എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞങ്ങളെ 15 എന്നുള്ളതിനെ 10 അധികം 5 എന്ന് എഴുതണമെന്നാണ് മനസ്സിലായോ അപ്പം പിന്നെ അതിൻ്റെ കൂടെ എന്തോ ഉണ്ട് +8 കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മളതിനെ ഒന്നുകിൽ 10 അധികം 5 അധികം 8 എന്നും എഴുതാം അല്ലെങ്കിൽ 10 അധികം 5 അധികം 8 എന്നും എഴുതാം എങ്ങനെയായാലും നമുക്ക് ഒരേ ആൻസറാണ് കിട്ടുന്നതെന്നാണ് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗുണനഫലത്തിലോട്ട് കയറാം ഗുണിക്കുമ്പോൾ ഇത് നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് ഒരുപോലെ കിട്ടിയെന്നാണ് പറയുന്നത് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ ഗുണിക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യനിലോട്ട് കയറാം നോക്കിക്കേ 15 × 8 ഈ സെയിം ചോദ്യം തന്നെ നമുക്ക് കൂട്ടിയപ്പോൾ ഒരേപോലെ കിട്ടിയെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഗുണിക്കുമ്പോൾ നോക്കൂ നിങ്ങളെ 15 × 8 ഇൻറ്റു ആണ് ഗുണനമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും 15 എന്ന് പറയുന്നത് എന്താവും ഞങ്ങളെ 10 അധികം 5 മുമ്പ് ഞാൻ പറഞ്ഞതാ അതിനെ എങ്ങനെ ആക്കണമെന്ന് 15 എന്ന് പറയുന്നത് 10 അധികം 5 ആണ് ഇൻറ്റു അല്ലെ ഗുണനം 8 ആണ് അപ്പം അതിനെ നമ്മൾ എങ്ങനെ എഴുതുമെന്ന ഈ സ്റ്റെപ്പ് നിങ്ങൾ മറക്കരുത് 10 അധികം 5 ഇൻറ്റു 8 ഇതിന് സംശയമില്ലല്ലോ ഉണ്ടോ എന്താ വെച്ചാൽ 15 എന്ന് പറഞ്ഞാൽ 10 അധികം 5 ആണ് ഇൻറ്റു 8 നിങ്ങൾ അതിനെ 10 അധികം 5നെ ബ്രാക്കറ്റിൽ അങ്ങിടണം കാരണം ഇത് രണ്ടും കൂടെ കൂട്ടാനല്ലേ അപ്പോൾ അതിനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഇൻറ്റു 8 ഇനി നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞോളെ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഓരോന്നും പോയി ഈ വെളി കിടക്കുന്ന ഏത് സംഖ്യയാണോ അതിനെ പോയി കാണണം എളുപ്പമല്ലേ ഈ ബ്രാക്കറ്റിനകത്ത് ആരൊക്കെയുണ്ടോ അവരോരോരുത്തരും പോയി ഈ വെളിയിൽ കിടക്കുന്ന ആളിനെ പോയി കാണണമെന്ന് എളുപ്പമല്ലേ 10 പോയി ആദ്യം ആരെ കണ്ടു 8നെ കണ്ടു 10 പോയി 8നെ കണ്ടു പിന്നോ സൈൻ മറക്കല്ലേ 10 ഇൻറ്റു 8 ആണ് 10 ഇൻറ്റു അവിടെ പ്ലസ് ഇട്ട് വെക്കുന്നവരുണ്ട് അവിടെ ഇൻറ്റു ആണ് കുഞ്ഞുങ്ങളെ 10 ഇൻറ്റു കാരണം ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ചാടുമ്പോൾ നിങ്ങൾ ഇൻറ്റു ഇട്ട് കൊടുക്കണം കേട്ടോ ആ ക്ലൂ ഒക്കെ ഓർത്ത് വെക്കണം ഇൻറ്റു പിന്നോ അപ്പോൾ ഒരാൾ പോയിട്ട് വന്നു പിന്നോ 10 കഴിഞ്ഞിട്ട് ഏത് സൈനാണ് കിടക്കുന്നത് പ്ലസ് അല്ലേ അപ്പോൾ ആ പ്ലസ് ഇട്ട് വെക്കുക ഈ ഇൻറ്റുവും പ്ലസും തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അതായത് 2 ഇൻറ്റുവിൻ്റെ ഇടയ്ക്ക് പ്ലസ് എന്ന ക്ലൂ ഓർത്ത് വെക്കുക 2 ഇൻറ്റുവിൻ്റെ ഇടയ്ക്ക് പ്ലസ് കേട്ടോ ആ ക്ലൂ ഓർത്താൽ മതി ഇനി അങ്ങോട്ടുള്ള കണക്കിൽ കേട്ടോ ഇങ്ങനെയുള്ളതിലേ ഉള്ളേ കേട്ടോ ഞാനൊരു എളുപ്പവഴി പറഞ്ഞ് എളുപ്പം പറഞ്ഞ്
നോക്കൂ ഞങ്ങൾ. അപ്പോൾ എന്താണ്, ബ്രാക്കറ്റിൽ കിടക്കുന്ന ആദ്യത്തെ ആൾ പോയി കണ്ടു 10 10 8 പോയി കണ്ടു. പിന്നെ സൈനാണ് നിങ്ങൾക്ക് തിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് അത് ഞാൻ എടുത്ത് പറയുന്നത് പ്ലസ് ആണ്. ഓക്കെ, പിന്നെ ഇനി ആരാ പോയി കാണാനുള്ളത്? ബ്രാക്കറ്റിനകത്ത് 5 കിടപ്പുണ്ട്. 5 പോയിട്ടില്ല, അയ്യോ ഞാൻ പോയില്ലേ എന്ന് പറഞ്ഞ് അതും എന്ത് ചെയ്തു? 5 പോയി 8 കണ്ടു. അതെന്താ, ബ്രാക്കറ്റിൻ്റെ വെളിയിൽ പോയി കണ്ടതല്ലേ? വെളിയിൽ പോകുമ്പോൾ ഇൻറ്റു ഇട്ടാണ് കേട്ടോ, ആ ക്ലൂ ഓർത്തേക്കണം. അപ്പോൾ 10 × 8 80 5 × 8 40 രണ്ടും കൂടെ കൂട്ടി ഇപ്പം നമുക്ക് 120 കിട്ടി. അതിന് സംശയം ഉണ്ടാവും നിങ്ങളെ? ഇല്ലല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പം 15 × 8 അല്ലേ? 15 × 8. ഇനി അതിനെ നമുക്ക് എന്താക്കാം? 18 × 5 ആക്കാം. അങ്ങനെ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ. എന്താ, 10 നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിൽ എന്താ 10ൻ്റെ കൂടെ പ്ലസ് 8 × 5 ആണ് 18 × 5. ഇവിടെ ചെയ്തിട്ടുണ്ട് നോക്കൂ നിങ്ങളെ. 18 × 5 എന്ന് വെച്ചാൽ എന്താണ്? 18 എന്ന് വെച്ചാൽ 10 + 8 ഇല്ലേ? 5 ഇൻറ്റു. അതിനെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താവും നിങ്ങളെ? 10 + 8 എന്നുള്ളതിനെ നിങ്ങൾ അങ്ങ് ബ്രാക്കറ്റിലിടണം കേട്ടോ. നിങ്ങളുടെ ജോലി 10ഉം 8ഉം കൂടെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഇൻറ്റു 5. ഇനി നമ്മുടെ ജോലി ബ്രാക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ വെളിയിൽ കിടക്കുന്ന ഒരാളിനെ കാണാൻ എപ്പോഴും പോവും. വെളിയിൽ ആരാ കിടക്കുന്നത്? 5 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ബ്രാക്കറ്റിൽ ഞങ്ങൾ കയറിയാൽ ഞങ്ങൾ എന്താ, വെളിയിൽ കിടന്ന ആളിനെ കാണാൻ പോവും. വെളിയിൽ ആരാ കുഞ്ഞുങ്ങളെ? 5 ആണ്. അപ്പം ആദ്യം 10 പോയി 5 കണ്ടു. 10 പോയി 5 കണ്ടു. പിന്നോ 10 പോയി 8 പോയി 10 പോയി 5 കണ്ടു. പിന്നെ ആരാ? 8 പോയി 5 കണ്ടു. പോകുന്നത് അറിയാമേ? പോകുന്ന വഴിയൊക്കെ അറിയാമേ? ഓരോന്നും ഇടേണ്ട പ്ലസും മൈനസും ഒക്കെ 2 ഇൻറ്റു ആണ്. അതിൻ്റെ 2 ഇൻറ്റു അതിൻ്റെ നടുക്ക് പ്ലസ്. അത് തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ എന്താ, 10 × 5 50, 8 × 5 40. അപ്പോൾ 50 40 90. ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ രണ്ടാമത് തന്ന 5 × 8 സെയിം അല്ലേ? ഇവിടെ എന്താണ്? 8 × 5. കാരണം ഈ രണ്ടും എന്താ, ഒരേ ആൻസർ ആയതുകൊണ്ട് അതിനെ വിട്ടേര്. ഇവിടെ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇതിലെ വലിയ എന്താ സംഖ്യ, വലിയ ഇതിനകത്തിൽ വലിയ ഗുണിക്കാനുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാ? 15 × 8 ആണ് ഇവിടെ വലുത്. മനസ്സിലായോ? എത്ര? 120 വന്നു. ഇവിടെ 90 വന്നു. ഇനി നമ്മൾ പറയേണ്ടത് എന്താ? ഈ 10 × 8 80 10 × 5 50. അപ്പോൾ അത് നോക്കിയാൽ മതി. മറ്റേത് എപ്പോഴും ഏത് കണക്ക് ചെയ്യുമ്പോഴും രണ്ടാമത് വരുന്നത് ഒരേപോലെ വരും കേട്ടോ. രണ്ടാമത് വരുന്നതെന്ന് ഉദ്ദേശിച്ച് ചെയ്താൽ കുഞ്ഞുങ്ങളെ അതെപ്പോഴും മുകളിലത്തെയും താഴെയും ഒരുപോലെയാണ് വരുന്നത്. നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ഇത് മാത്രം 10 × 8 80, 10 × 5 50. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഏതാണ് വലുത്? 80ഉം 50ൻ്റെയും കൂടെ ഡിഫറൻസ് നോക്കണം. 80ഉം 50ൻ്റെയും ഡിഫറൻസ് നോക്കിയാൽ കുഞ്ഞുങ്ങളെ 80ൽ നിന്ന് 50 പോയാൽ എത്ര? 30 അപ്പം 30ൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. 30 കൂടുതലാണ് ഈ ഫസ്റ്റ് കിടക്കുന്ന സംഖ്യ. മനസ്സിലായോ? 15 × 8 എന്ന് പറയുന്നതും 18 × 5 എന്ന് പറയുന്നതിലേയും വലിയ ലാർജ് നമ്പർ ഏതാണ്? 15 × 8 ആണ്. ഇതിനകത്തിലെ വലിയ സംഖ്യ ഏതാണ്? വലിയ സംഖ്യയല്ല, വലിയ ക്വസ്റ്റ്യനകത്തിലെ വലിയ ചോദ്യം അല്ലേ, അങ്ങനെ പറയാം അല്ലേ? അത് വലുത് ഏതാണ്? ഈ കിടക്കുന്ന ആൻസറാണ്. അതായത് 80 വലുത്, ഇവിടെ 50. ഇപ്പം പിടികിട്ടിയോ? 1-2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കണക്കാണ്, ഒരു പുക പോലെങ്കിലും മനസ്സിലായോ നിങ്ങളെ? അടുത്ത ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അതായത് നോക്കിക്കേ, നിങ്ങളുടെ ടെസ്റ്റിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ, ആ ചുവടെയുള്ള ഗുണനഫലങ്ങളിൽ ഏതാണ് വലുതെന്നും അതിൽ എത്ര കൂടുതലാണെന്നും നിങ്ങൾ മനക്കണക്കായി പറയുക. നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യനാണ്. നോക്കൂ നിങ്ങളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 12 × 8 ആണ്, 18 × 2 ആണ്. അതെങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 12 × 8ഉം 18 × 2ഉം അത് നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മുടെ ജോലി എന്താ? 12 × 8 ചെയ്യുക. 12 × 8 അതായത് 12 എന്ന് പറയുന്നത് 10 + 2 അല്ലേ? 10 + 2 ആണ് 12 × 8. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ അതിനെ ബ്രാക്കറ്റിൽ ഏതാണോ സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ബ്രാക്കറ്റിൽ ഇടുക. സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ആരാ കുഞ്ഞുങ്ങളെ? 10 + 2 സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ അതിനെ ബ്രാക്കറ്റിൽ കയറ്റുക. ബ്രാക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി എന്താ? വെളിയിൽ കിടക്കുന്ന ആളിനെ കാണാൻ പോവുക എന്നുള്ളതാണ് കേട്ടോ. ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. ബ്രാക്കറ്റിൽ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി വെളിയിലുള്ള ആളിനെ പോയി കാണുക. ആരാണ് ഫസ്റ്റിൽ പോകുന്നത്? 10 × 8. തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ? ഇത് 10 × 8. പിന്നെ ആരാ പോകാനുള്ളത്? ഞാൻ പോയില്ലെന്ന് പറഞ്ഞ് 2 ഇവിടെ. അപ്പോൾ 2 × 8 മനസ്സിലാവുന്നുണ്ടോ?
10 ഇൻറ്റു 8ഉം 2 ഇൻറ്റു 8ഉം എത്ര 10 ഇൻറ്റു 8 80, 2 ഇൻറ്റു 8 16. അപ്പം നമുക്ക് 76 കിട്ടും. ഇനി അടുത്ത് നോക്കിക്കേ, അവർ പറഞ്ഞേ 18. ഇത് ഈ ഗുണനഫലത്തിൽ വലുത് ഏതാണ്? ഈ 12 ഇൻറ്റു 8 ആണോ വലുത്, 18 ഇൻറ്റു 2 ആണോ വലുത് എന്ന് കണ്ടുപിടിക്കാനാണ്. ഇപ്പം ആരാ നോക്കിയേ, 18 എന്ന് പറയുന്നതിനെ സ്പ്ലിറ്റ് ചെയ്യുക. എന്താ 10 + 8 ആണ്, ഞങ്ങൾ ആദ്യം മുതലേ പഠിക്കുന്നുണ്ട്. പിന്നോ എത്ര കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്? 2 കൊണ്ട്. 10 + 8 ഏതിനെയാണോ സ്പ്ലിറ്റ് ചെയ്തത് അതിനെ പെട്ടെന്ന് ബ്രാക്കറ്റിൽ കയറ്റുക. ബ്രാക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ്, വെളിയിൽ കിടക്കുന്ന ആളിനെ കാണാൻ പോകണം. ഞാനീ പറയുന്ന ക്ലൂ ഇങ്ങനൊന്നും അല്ല കുഞ്ഞുങ്ങളെ സത്യത്തിൽ ഇത് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഓർത്ത് വെക്കാനും തെറ്റാതിരിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. കാരണം മിക്ക കുട്ടികൾക്കും ഈ ഇൻറ്റുവും പ്ലസും തിരിഞ്ഞു പോകുന്നുണ്ട്. എവിടെ ഇൻറ്റു ഇടണമെന്ന് അവർക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിൽ 10 ആണ് കിടക്കുന്നത്. 10 പോയി 2നെ കണ്ടു, പിന്നോ 8 പോയി 2നെ കണ്ടു കേട്ടോ. 10 ഇൻറ്റു 2 20 ആണ്, 8 ഇൻറ്റു 2 16 ആണ്. അപ്പം നമുക്ക് 36 കിട്ടി. അപ്പം നമ്മുടെ ജോലി മുമ്പ് പറഞ്ഞായിരുന്നു ഏതാണ്, ലാസ്റ്റിലത്തെ എപ്പോഴും ഒരേപോലെ ആയിരിക്കും വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലയോ? ശരിയല്ലേ? 2 ഇൻറ്റു 8ഉം 8 ഇൻറ്റു 2ഉം ഒരേ ആൻസറാണ്, 16 ആണ്. നമുക്ക് ഫസ്റ്റ് വരുന്നത് നോക്കുമ്പോഴേ നമുക്ക് മനക്കണക്കായിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുമ്പോഴേ അറിയാം ഇതിൽ ആരാ വലുത്, 80 ആണോ വലുത് 20 ആണോ വലുതെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം. ആരാ കുഞ്ഞുങ്ങളെ വലുത്? ഇത് 80 അല്ലേ വലുത്? നമുക്ക് നോക്കുമ്പോഴേ അറിയാം അല്ലേ? എത്രൻ്റെ വ്യത്യാസമാണ് ഇവർ തങ്ങളിലുള്ളത്? 2 പേരുടെയും കൂടെ നോക്കിക്കേ, ഒരു 60ൻ്റെ എന്താ 80ൽ നിന്ന് ഈ 20 അങ്ങ് കുറച്ചാൽ ബാക്കി 60. അപ്പോൾ 60ൻ്റെ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ വലുത് ആരാണ്? ലാർജർ നമ്പർ എന്ന് പറയുന്നത് 12 ഇൻറ്റു 8 ആണ്. ഇപ്പം മനസ്സിലായോ? കുറച്ചെങ്കിലും മനസ്സിലായോ? ഇത് നിങ്ങൾ നല്ലപോലെ എഴുതിയെടുക്കണം. ഞാൻ എഴുതിയിട്ട് ഞാൻ പറയുന്നതുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണോ നിങ്ങളെ? രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, 17 ഇൻറ്റു 6 16 ഇൻറ്റു 7. നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് 17 ഇൻറ്റു 6 ഇതിൽ ആരെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? 17നെയാണ്. അപ്പം നമ്മൾ അതിനെ ബ്രാക്കറ്റിൽ കയറ്റുകയെ 10 + 7. ആരെയാണോ ചെയ്യേണ്ടത് അതിനെ വെളിയിലിടുക. ബ്രാക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി എന്താണ്? വെളിയിലുള്ള ആളിനെ കാണാൻ പോവുക. ആരെയാണ്? 6. അപ്പോൾ 10 പോയി 6നെ കണ്ടു, 7 പോയി 6നെ കണ്ടു. കണ്ടോ നിങ്ങളെ? 10 ഇൻറ്റു 6 60, 7 ഇൻറ്റു 6 42. അപ്പം നമുക്ക് എത്ര കിട്ടി? 102. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിക്കേ, 16 ഇൻറ്റു 7. 16നെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. 10 + 6 ഇൻറ്റു 7. പിന്നെ നമ്മുടെ ജോലി എന്താണ്? സ്പ്ലിറ്റ് ചെയ്ത് ഏതാണോ അതിനെ ബ്രാക്കറ്റിൽ കയറ്റുക. ബ്രാക്കറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താണ്? വെളിയിൽ കിടക്കുന്ന ആളിനെ കാണാൻ പോകുക കേട്ടോ. 10 ഇൻറ്റു 7 6 ഇൻറ്റു 7. 10 ഇൻറ്റു 7 70, 6 ഇൻറ്റു 7 42. അപ്പോൾ ഇതിൽ കാണുമ്പോഴേ നമുക്കറിയാം ഏതാണ് വലുത്, 60 ആണോ 70 ആണോ വലുത്. നിങ്ങളെ ഫസ്റ്റ് ഇത് നോക്കിയാൽ മതി. ആദ്യം ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ ഈ കിട്ടുന്നതിൻ്റെ ആദ്യത്തെ 10 ഇൻറ്റു 6ഉം 10 ഇൻറ്റു 7ഉം അതിലേതാ വലുത്? 60 ആണോ 70 ആണോ വലുത്? 70 ആണല്ലോ. അപ്പം അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എത്രൻ്റെ വ്യത്യാസം ഉണ്ടായി? 70ൽ നിന്ന് 60 10ൻ്റെ വ്യത്യാസം ഉണ്ടായി അല്ലേ? ഒരു 10 കൂടി ഇവിടെ കൂടുതലാണ്. അപ്പം ഇവിടെ ആരാണ് വലുത്? ലാർജ് നമ്പർ 16 ഇൻറ്റു 7 ആണ്. ഇപ്പം പിടികിട്ടിയോ? നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്തേ പെട്ടെന്ന് നോക്കേ. അടുത്തത് 13 ഇൻറ്റു 9ഉം 19 ഇൻറ്റു 3. നോക്കൂ കുഞ്ഞുങ്ങളെ, ആദ്യം 13 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 13നെ സ്പ്ലിറ്റ് ചെയ്യുക. 10 + 3 ഇൻറ്റു 9. പിന്നെ നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിനെയാണോ സ്പ്ലിറ്റ് ചെയ്തത് അതിനെ ബ്രാക്കറ്റിൽ കയറ്റുക. പിന്നെ ബ്രാക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി വെളിയിൽ കിടക്കുന്ന ആളിനെ കാണാൻ പോകുക എന്നാണ്. 10 ഇൻറ്റു 9 3 ഇൻറ്റു 9 ആണല്ലോ. 10 ഇൻറ്റു 9 90, 3 ഇൻറ്റു 9 27. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പം ഇവിടെ നമുക്ക് എപ്പോഴും അറിയാം ലാസ്റ്റിൽ കിടക്കുന്ന ഈ 2 എണ്ണം എപ്പോഴും ഒരുപോലെ വരത്തുള്ളൂ. അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല, നോക്കിയാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. അപ്പം നമ്മൾ മനക്കണക്കായിട്ട് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഇത് നോക്കിയാൽ മതി എന്നാ പറയുന്നത്. ഫസ്റ്റ് ഇവിടെ ആരാ? 90 ആണ്. ഇവിടെ എത്രയാണ്? 30 ആണ്. ഇപ്പം പിടികിട്ടിയോ? അപ്പോൾ വലുത് ആരാണ്? 90 അല്ലേ? കാണുമ്പോഴേ അറിയത്തില്ലേ 90. എത്രൻ്റെ വ്യത്യാസം അവർ തങ്ങളിലുണ്ടായത്? 90ൽ നിന്ന് 30 പോയാൽ ബാക്കി 60ൻ്റെ വ്യത്യാസമാണ് ഉണ്ടായത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് നിങ്ങൾ എഴുതിയെടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരുവിധം ഉള്ളവർക്കൊക്കെ മനസ്സിലാവും കേട്ടോ. അടുത്ത് നോക്കിക്കേ, നാലാമത്തെ കണക്ക് 25 ഇൻറ്റു 6 26 ഇൻറ്റു 5. ഇത് സ്പ്ലിറ്റ് ഇത് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇനി ഞാൻ പറയണ്ടല്ലോ. അത് പോട്ടെ, ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങ് എടുത്തോ. 25 ഇൻറ്റു 6 എന്ന് പറയുന്നത് എന്താവും ഞങ്ങളെ? 20 + 5. 25നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അതിന് സംശയമില്ലല്ലോ. 25 എന്ന് പറയുന്നത്, അതായത് 25 എന്ന് പറയുന്നത് 20 + 5. എന്തിനെയാണോ ഇൻറ്റു ചെയ്യുന്നത് അതിനെ ചെയ്യുക. ഇനി സ്പ്ലിറ്റ് ചെയ്തതിനെ ഞങ്ങൾക്കറിയാം. എപ്പോൾ സ്പ്ലിറ്റ് ചെയ്തോ ഞങ്ങൾ അതിനെ എന്ത് ചെയ്യും? ബ്രാക്കറ്റിൽ കയറ്റും. ബ്രാക്കറ്റിൽ ഞങ്ങൾ കയറിയാൽ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യാം? വെളിയിൽ കിടക്കുന്ന ആളിനെ പോയി കാണാൻ. 20 ഇൻറ്റു 6 5 ഇൻറ്റു 6. 20 ഇൻറ്റു 6 120 ആണ്. 5 ഇൻറ്റു 6
എത്ര കുഞ്ഞുങ്ങളെ 30 അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 150 കിട്ടി. അടുത്തത് 26 × 5. 20 അധികം 6 26 ആണല്ലോ, പ്ലസ് അല്ല ഇൻറ്റു 5. നമ്മുടെ ജോലി എന്താണ്? സ്പ്ലിറ്റ് ചെയ്താൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്തതിനെ ബ്രാക്കറ്റ് കയറ്റുക. ബ്രാക്കറ്റ് കയറിയാൽ എന്ത് ചെയ്യണം? വെളിയിൽ കിടക്കുന്ന ആളിനെ പോയി കാണുക. 20 × 5 6 × 5. 20 ഇൻറ്റു എത്ര? 5 100 6 × 5 30 അപ്പോൾ എത്ര? 100 അധികം 30 130 കിട്ടി. ഇനി നോക്കിക്കേ, എപ്പോഴും നമുക്കറിയാം രണ്ടാമത് വരുന്നത് എപ്പോഴും ഒരേ സംഖ്യയായിരിക്കും ആണല്ലോ, കാരണം 5 × 6 6 × 5 30 തന്നെയാണ്. ഫസ്റ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് എത്ര? 120 ഇവിടെ 100. അപ്പോൾ ആരാണ് കൂടുതൽ? ഒരു 20ൻ്റെ ഡിഫറൻസ് ഇത് ഫസ്റ്റ് കൂടുതലാണ്. എന്താണ്? 120 ൽ 100 പോയാൽ ബാക്കി 20. അപ്പോൾ ലാർജ് ആരാ നിങ്ങളിവിടെ? ലാർജ് ഇവിടുത്തെ 25 × 6. ഇപ്പം മനസ്സിലായോ വലുതേതാ ചെറുതേതാന്ന് കണ്ടുപിടിക്കാൻ? നിങ്ങൾക്ക് ഇനി ഇതിനകത്തുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഇച്ചിരൂടെ ബാക്കിലോട്ട് അടിച്ചിട്ട് നിങ്ങളിത് ഒന്നും കൂടി ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ കണക്ക് ഇത്രയും കണക്ക് നിങ്ങൾ എഴുതി ചെയ്ത് പഠിക്കണം കേട്ടോ. ഇത് എഴുതി എടുത്തിട്ട് ചെയ്ത് നിങ്ങൾ തന്നെ വേറെ 1-2 കണക്കൊക്കെ സ്വന്തമായിട്ടൊക്കെ ഇട്ട് തെറ്റിക്കോട്ടോ. നിങ്ങളെ തെറ്റിൽ നിന്നല്ലേ നമ്മൾ ശരിയിലോട്ട് വരുന്നത്. അപ്പോൾ അപ്പം ഇട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നിങ്ങൾക്കിത് മനസ്സിലായി, നല്ലപോലെ മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ, ഞാൻ ഇതിൻ്റെ ബാക്കി ഇടാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ ഞങ്ങളെ. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തവർ അവരൊക്കെ കണ്ട് പഠിക്കട്ടെ കേട്ടോ. ലൈക്കും ഷെയറും ഒക്കെ ചെയ്തോ കേട്ടോ. ഓക്കെ, താങ്ക് യു.